MTയെയും P. ജയചന്ദ്രനെയും കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ലൈബ്രറി അനുസ്മരിച്ചു. AC കണ്ണൻ നായർ പാർക്കിൽ നടന്ന അനുസ്മരണ പരിപാടി ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ and തൃശൂർ. മലയാള ഭാഷയുടെ സർഗസഞ്ചാരങ്ങളെ മുക്കാൽ നൂറ്റാണ്ട് വഴി നടത്തിയ MTയെയും മലയാളത്തിന്റെ ഭാവഗായകൻ ജയചന്ദ്രനെയും കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ലൈബ്രറി അനുസ്മരിച്ചു. കാഞ്ഞങ്ങാട്ടെ AC കണ്ണൻ നായർ പാർക്കിൽ നടന്ന അനുസ്മരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ തന്റെ തൂലിക കൊണ്ട് പ്രതികരിച്ച വ്യക്തിയാണ് MT എന്നും പ്രായത്തെ അതിജീവിച്ച ഗായകനാണ് P. ജയചന്ദ്രൻ എന്നും ഭാഷയുള്ളിടത്തോളം കാലം മലയാളികളെന്നും ഓർത്തുവയ്ക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇരുവരുമെന്നും സുജാത ടീച്ചർ പറഞ്ഞു. MTയെ സംബന്ധിച്ചിടത്തോളം കാലത്തോട് കലഹിച്ചിരുന്ന കഥാകാരൻ ഏറ്റവും നല്ല രൂപത്തിൽ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരായിട്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടൊക്കെ തൻ്റെ കഥയിലൂടെയും അതുപോലെ തന്നെ സിനിമകളിലൂടെയും വർത്തമാനകാലത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ എത്രയോ വർഷം മുമ്പ് അഡ്രസ്സ് ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള MTയെ പോലൊരു കഥാകാരനെ അനുസ്മരിക്കുകയാണ്. ജയചന്ദ്രൻ ഒരു കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലാത്ത അല്ലെങ്കിൽ പ്രായത്തെ അതിജീവിച്ച ശബ്ദത്തിനുടമയായിട്ടുള്ള ജയചന്ദ്രനെ രണ്ടുപേരും ഭാഷയുള്ളിടത്തോളം മലയാളം ഉള്ളിടത്തോളം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. കുണിയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ P. മഞ്ജുള അനുസ്മരണ പ്രഭാഷണം നടത്തി. MT വാസുദേവൻ നായർ സാഹിത്യത്തിലൂടെയും P. ജയചന്ദ്രൻ ഭാവഗാനങ്ങളിലൂടെയും മലയാള ഭാഷയെ ഒരേ ആസ്വാദന രീതിയിൽ പൊതുജനങ്ങളിലെത്തിച്ച വ്യക്തിത്വത്തിന് ഉടമകളായിരുന്നുവെന്നും P. മഞ്ജുള പറഞ്ഞു. മലയാളികൾ ഇത്രയും മനോഹരമായ കഥകൾ സമ്മാനിച്ച MTയിലേക്ക് ഉണ്ടാവില്ലായിരുന്നു. കവിതയുടെ ലോകം മറ്റൊന്നാണ്. കാരണം അത് വളരെ ചെറിയ ഒരു ബിംബത്തിലെയും ധ്വനിയിലും അടങ്ങിപ്പോകും. കഥയുടെ ലോകം കുറച്ചും കൂടെ വിശാലമാണ് എന്നതാണ്. MT കൂടല്ലൂർ നാടത്ത് തെക്കേപ്പാട് കുടുംബത്തില് അമ്മാളുമ്മയുടെ നാലാമത്തെ മകനായിട്ടാണ് MT ജനിക്കുന്നത്. 3 ആൺമക്കളാണ്. ഈ ഒരു പെൺകുട്ടി എന്നുള്ള സങ്കല്പത്തിലാണ് നാലാമത്തെ ഒരു ഗർഭം എന്ന് പറയുന്നത്. അപ്പോ ഇതും പെൺകുട്ടി ആവുന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയും എന്നാൽ അവസാനം അത് ആൺകുട്ടിയായി വളരുകയും ചെയ്തു. MT പറയുന്നില്ല, ഞാൻ ചെറുപ്പകാലത്ത് അമ്മയുടെ അടുത്ത് പോയി എനിക്ക് ചോദിക്കാറുണ്ട് അമ്മയുടെ വിഷമമുണ്ടോ. അപ്പൊ അമ്മ വീട്ടിലെ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ അനുസരിച്ച് MTയെ വന്ന് ഇടക്കിടക്ക് മാറ്റി നിർത്തുമെന്നൊക്കെ പറയാറുണ്ട്. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ K. പ്രഭാവതി അധ്യക്ഷയായി. വൈസ് ചെയർമാൻ ബെൽടെക് അബ്ദുള്ള സംസാരിച്ചു. മുനിസിപ്പൽ ലൈബ്രറി കമ്മിറ്റി കൺവീനർ K. രവീന്ദ്രൻ സ്വാഗതവും ലൈബ്രറി കമ്മിറ്റി അംഗം ഫൗസിയ ഷെരീഫ് നന്ദിയും പറഞ്ഞു. C. ജംന, രാജേഷ് പുതുക്കൈ, K. അശോകൻ, രാജേഷ് പടിഞ്ഞാറേക്കര, അതുല്യ പ്രകാശൻ, രതീഷ് കാലിക്കടവ്, രാജേഷ് തെരുവത്ത് തുടങ്ങിയവർ ഗാനാഞ്ജലിയിൽ ജയചന്ദ്രന്റെ ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.